നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം, തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് പറയാണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? അപ്പൊ പറയും അത് വിഷയത്തിൽപ്പെട്ടതല്ല. അതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ക്യാപ്സൂൾ. ഇത് ആദ്യം തന്നെ എഴുതി കൊണ്ടുവന്നാ തോന്നുന്നത്. അത് വിഷയത്തിൽപ്പെട്ടത് മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി സ്കൈപ്പ് ആവാനുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയൂ. അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ മറുപടി പറഞ്ഞു. ആയത്ത് തെളിവാണ്, അത് ആമായ ദലീലാണ്, അത് മതി, അതിന് ഖാസാക്കേണ്ട കാര്യമില്ല. അത് സംഘടന ഇബാദത്തല്ല. തെളിവ് പറഞ്ഞു, മറുപടി പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്ത എന്താണ്? രണ്ടാമത്തെ മറുപടി തിരുപ്പിറവി റഹ്മത്താണോ? റഹ്മത്താണ്, റഹ്മത്താണ്, സംശയമില്ല. നബി തങ്ങൾ പറഞ്ഞു ഫീഹി യൗമ ഉലിദ്തു, ഞാൻ ജനിച്ച ദിവസമാണ്, തിങ്കളാഴ്ച മുമ്പ് തോറ്റുകൊള്ളില്ല, അന്ന് ബിരിയാണി തോന്നില്ല പറഞ്ഞത്. അപ്പൊ അത് റഹ്മത്താണ്. പക്ഷെ അത് നിങ്ങൾ എഴുമത്തായി കൊണ്ടെടുക്കുന്നത് ഇവിടെ അവിടെയാണ് പ്രശ്നം. ഏതായിരുന്നാലും രണ്ട് ചോദ്യം മറുപടി പറഞ്ഞു. അപ്പൊ പറഞ്ഞ വിഷയം എന്താ? ഇപ്പൊ കാര്യേശം കൃത്യമായി വരുന്നുണ്ട്. എന്തായാലും ബിദ്അത്താണ് എന്ന് ഓർത്തപ്പോൾ തർക്കമില്ല. ബിദ്അത്താണ്, നബിയുടെ കാലത്തില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, അയിമത്തുകളുടെ പരിചയമില്ല. അതിന്റെ ഇത്തിഫാഖാണ്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അയിമത്തുകളുടെ പരിചയമില്ല പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. ഇനി എന്താണ്? സംഘടന ഉണ്ടാക്കി. അത് ഞാൻ പറഞ്ഞു, സംഘടന ഉണ്ടാക്കുക ഒരു കുഴപ്പമില്ല. ഇനി വഴി ഉണ്ടാക്കി കൂടി എത്ര സംഘടന ഉണ്ടാക്കുക, പിരിയും തോറും പിളരും തോറും നമ്മൾ സംഘടന ഉണ്ടാക്കുക. ഒക്കെ ഈ ആയത്ത് മതി, വേറെ ആയത്ത് ആവശ്യമില്ല. ആ ഒറ്റ ആയത്ത് മതി. ഒക്കെ അത് ഓരോ കാലത്ത് എന്താണോ ആമായി ഹൈറായതൊക്കെ ചെയ്യാൻ വിരോധമില്ല. പിന്നെ നെയ്യത്തോണ്ട് വിഭാഗത്താവൂലേ? അതാണ് നമ്മൾപ്പെടുത്തത്. നെയ്യത്തോണ്ട് വിഭാഗത്താവെന്ന് പറഞ്ഞപ്പോഴാണ് അസുര വിഭാഗത്തല്ലാക്കുമ്പോഴാണ്. അസുര വിഭാഗത്തല്ലാത്തിനല്ലേ നെയ്യത്തോണ്ട് വിഭാഗത്ത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതെങ്ങനെയാണ് പിന്നെ മുങ്കർത്തായി മാറുക? അതെങ്ങനെ ശൈത്താന മാർഗമായി മാറുക? അതെങ്ങനെ പിഴച്ചവാദമായി മാറുക? അവിടെയാണ് പിടുത്തം. ഇത് നിങ്ങൾ നെയ്യത്തോണ്ട് മാത്രം വിഭാഗത്താക്കുന്ന പരിപാടിയല്ല. നബിദിനാഘോഷം നിങ്ങൾ അസുരണ്ടെന്നാണ് പറയുന്നത്. നബിദിനാഘോഷം അസുരണ്ടെന്ന് മാത്രമല്ല, നബിദിനാഘോഷത്തെ ഈ റബീഉൽ അവ്വൽ എന്താ? 930 ഈ റബീഉൽ അവ്വൽ എന്താണ്? നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്. സുന്നി അഫ്കാറുകൾ തന്നെയാണ്. നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്, നെയ്യത്തോണ്ട് വിഭാഗത്താവുന്നല്ല പറഞ്ഞത്. അത് വേറെ. അത് ഈ മുനാദറ, ഈ സംവാദം നെയ്യത്ത് ശരിയാണെങ്കിൽ നമുക്ക് കൂലി കിട്ടും. അതാണ് അപ്പറിന്റെ അർത്ഥം. എന്നാൽ അതുപോലെ ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ നോമ്പുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ വല്ല ഇബാദത്തുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. അതാണ് ഇവിടെ മറന്നു. നബിദിനാഘോഷം ബിദ്അത്താണ്, അത് മുങ്കറത്താണ്, വഴികേടാണ്, ളലാലത്താണ്. കാരണം മതത്തിൽ ഇല്ലാത്തത് മതത്തിലേക്ക് ചേർക്കലാണ്. നബി തങ്ങൾ റഹ്മത്തായതുകൊണ്ട് നബിദിനാഘോഷം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലോ. ഈസാ നബി റഹ്മത്തല്ലേ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട്? അത് വിഷയം വേറെയാണ്. നബി തങ്ങൾ റഹ്മത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതൊന്നും ഒരാൾ തർക്കമില്ലാത്ത കാര്യമില്ല. അത് യാഥാർത്ഥ്യമാണ്. അതേസമയം നിങ്ങൾ മതത്തിലേക്ക് പുതിയ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതാണ് ഇവിടെ പ്രശ്നം. പിന്നെ സമയക്രമം, രൂപക്രമം ഇതുണ്ടാക്കാൻ പാടില്ല. ഇത് ശരിയാണ്. അതിനാണ് ബിദ്അത്തുൽ അസ്ർ. നബി തങ്ങൾ ആമായി പഠിപ്പിച്ചത് നമ്മളെ വക സമയം വെക്കുക, നമ്മളെ വക രൂപം വെക്കുക, നമ്മളെ വക എണ്ണം വെക്കുക. എങ്ങനെ? യുദാഹി അശ്റഇയ്യ, ശറഈയത്തിനോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ. അപ്പോൾ അത് ബിദ്അത്താവും. എന്നാൽ സംവാദത്തിന് സമയം വെച്ചു, 10 ആരംഭിക്കാം, 15 മിനിറ്റ് അവതരിപ്പിക്കാം, 3 മിനിറ്റ് ചോദിക്കാം. ഇത് ബിദ്അത്താണോ? അല്ല. ഇതെന്താണ്? അതിനകത്ത് ആമായിരുന്നുള്ളത്. അതേസമയം മതത്തിലേക്ക് നിങ്ങൾ പുതുതായി കൊണ്ടുവരുമ്പോൾ അത് എന്തായാലും പ്രശ്നം തന്നെയാണ്.